പിയോൺ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്നത് നമുക്ക് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ സാരികളാണ്. അപ്പോൾ ഇതൊരു ഡിസൈനർ സാരിയാണിത്. ഇതിൽ നെറ്റാണ് ഇതിൻ്റെ മെറ്റീരിയൽ. ഇതിൽ ഫുള്ളായിട്ടും ഈ വർക്ക് വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് വരിക. വളരെ ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയലാണ്. ഇതിൻ്റെ പല്ലുമൊക്കെ നല്ല ഭംഗിയായിട്ട് വന്നിരിക്കുന്നു. അപ്പം ഞാനിതിൻ്റെ രണ്ട് ഡിസൈനുകളാണ്. അപ്പം ഞാനതിൻ്റെ രണ്ട് വിലയുടെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഇതൊരു ഒണിയൻ പിങ്ക് ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇതിൽ ഫുള്ളായിട്ടും എംബ്രോയ്ഡറി വർക്കും അതുപോലെ മൈന്യൂട്ടായിട്ട് സീക്വൻസ് വർക്കും ഉണ്ട്. ബോഡി പാർട്ട് ഇങ്ങനെയാണ് വരിക. ഇതേ രീതിയിലാണ് രണ്ട് സൈഡിലും ബോർഡർ വന്നിരിക്കുന്നു. ഈ ഭാഗത്തെ ബോർഡർ ഇവിടെ വരെ വരികയുള്ളൂ, പക്ഷേ ഇത് കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബോഡി ഇങ്ങനെയാണ് വരിക. ഹാഫായിട്ട് വർക്ക് വരുന്നു. ബാക്കി പ്ലെയിൻ ആണ്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ വർക്ക് തന്നെ വരുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് വരിക. നെറ്റാണ് കേട്ടോ ഈ സാരി. ഈ സാരിയിൽ വരുന്ന എംബ്രോയ്ഡറി വർക്കാണ് ഇത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. നമുക്ക് പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സാരിയാണ്. വളരെ കംഫർട്ടായിട്ട് നമുക്കിത് ഉടുക്കുകയും ചെയ്യാം. ഇതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ എൻഡ് വരുന്നത്. സ്ലീവിൻ്റെ എൻഡിലും ഇതേ വർക്ക് വരുന്നു. ഇങ്ങനെയാണ് ഈ സാരി ഓൾ ഓവർ വരുന്നത്. ഇതൊരു റെഡിഷ് മെറൂൺ ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഈ സൈഡിൽ എംബ്രോയ്ഡറി വർക്കും അതുപോലെ മൈന്യൂട്ടായിട്ട് സീക്വൻസ് വർക്കും വരുന്നുണ്ട്. ഈ സൈഡിൽ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. ബോഡി പാർട്ടിൽ നല്ല ഭംഗിയായിട്ട് കേട്ടോ നമുക്കൊരു പാർട്ടിയിലൊക്കെ തിളങ്ങി നിൽക്കാൻ നല്ലൊരു സാരിയാണിത്. നല്ലൊരു വർക്കുമാണ്. ഇതിൻ്റെ ഡിസൈൻ ഇങ്ങനെയാണ് വരിക. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ ഡിസൈൻ തന്നെ വരുന്നുണ്ട്. ഇങ്ങനെയാണ് ബ്ലൗസിൻ്റെ സ്ലീവിൻ്റെ എൻഡിൽ വരിക. നല്ല രസമുള്ളൊരു സാരിയാണ്. നല്ല ഭംഗിയായിട്ട് നമുക്കിത് വെയർ ചെയ്യാൻ പറ്റും. ഇങ്ങനെ വന്നിട്ട് ഇതിൻ്റെ ബോഡി പാർട്ടിൽ വരുമ്പോൾ ഹാഫ് ആയിട്ട് ഈ വർക്ക് വരുന്നു. ഇത് ഡാർക്ക് കളറിൽ വന്നിരിക്കുന്നതാണ്. ഒരു റെഡിഷ് മെറൂൺ എന്ന് പറയുന്നത്. പക്ഷെ നല്ലൊരു കളർ ഷെയ്ഡിലാണ്. ഇപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് വരുവാണെങ്കിൽ കളറിൽ ഒന്ന് വീഡിയോ കോളിൽ വിളിച്ചാൽ വ്യക്തമായിട്ട് തന്നെ കാണിച്ചു തരാം കേട്ടോ. ഇതൊരു പീച്ച് ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഒരു പീച്ചിൻ്റെ ലൈറ്റ് ഷെയ്ഡിൽ. ഇതൊക്കെ പേസ്റ്റൽ കളേഴ്സാണ് കേട്ടോ ഞാനിപ്പോൾ ഈ കാണിക്കുന്നത്. ഇതിൻ്റെ ഡാർക്ക് കളേഴ്സും ഉണ്ട്. നമുക്കൊരു പാർട്ടി വെയർ ആയിട്ട് അതുപോലെ നല്ലൊരു പാർട്ടിക്ക് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഒത്തിരി വിലയാകുന്നില്ല. 4395 നല്ലൊരു പാർട്ടി വെയർ സാരി ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഡിസൈൻ ആയാലും നല്ല ഭംഗിയാണ്. ഏത് കളർ ടോണുകാർക്കും അനുയോജ്യമായ കളറിലാണ് ഇത് വന്നിരിക്കുന്നത്. നല്ല രസമുള്ള വർക്കുകളാണ് ഇതിൽ വരിക. ഈ സൈഡിൽ ഈ ബോർഡറിൽ ഇങ്ങനെ വരുന്നു. ഈ ബോർഡർ കംപ്ലീറ്റ് ആയിട്ടും ഈ ഡിസൈൻ വരുന്നു. അതുപോലെ ഇതിൻ്റെ പ്ലീറ്റിൻ്റെ ഭാഗമാകുമ്പോൾ ഹാഫായിട്ട് ഈ ഡിസൈൻ ഇതുണ്ട്. ഇങ്ങനെ തന്നെ തിക്കായിട്ട് വരുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഇതാണ് പല്ലുവിലുള്ള ഡിസൈൻ. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലുവിലുള്ള ഡിസൈൻ വരുന്നത്. അതുപോലെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ ഡിസൈൻ തന്നെ വന്നിരിക്കുന്നു. നമുക്കിതിനെ കുഞ്ഞു കുഞ്ഞു പ്ലേറ്റഡ് ആയിട്ടും അതുപോലെ 1 പ്ലേറ്റ് ആയിട്ടും ഒക്കെ നമുക്കൊരു പാർട്ടിയിൽ യൂസ് ചെയ്യാൻ പറ്റും. റേറ്റ് വരുന്നത് 4395. നല്ലൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇതിൻ്റെ ബോർഡർ ഇത് കണ്ടോ. ബോർഡറിൽ നല്ല ഭംഗിയുള്ള എംബ്രോയ്ഡറി വർക്ക്. ഈ സൈഡിൽ ഈ ഭാഗം വരെ വരുന്നുള്ളൂ. ഈ സൈഡിൽ ഇത് കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. ബോഡി പാർട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഒരു ഡിസൈൻ ഇങ്ങനെ ഓരോ ഡിസൈനുകളും വരുന്നു. അതിൽ മൈന്യൂട്ടായിട്ട് സീക്വൻസ് വർക്ക് വരുന്നുണ്ട്. അതുപോലെ ഈ ഫ്ലീറ്റിൻ്റെ ഭാഗമാകുമ്പോൾ ഹാഫായിട്ടാണ് ഈ വർക്ക് വരുന്നത്. ആ ലൈൻസ് അങ്ങനെ വരുന്നു. അതുപോലെ തിക്കായിട്ട് ലോവർ പോർഷനിൽ ആ എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട്. നമുക്ക് വേറെ നല്ല ഒതുങ്ങി ഇരുന്നോളൂ. നമ്മൾ ഉടുക്കുമ്പോൾ ഒട്ടിക്കിടക്കില്ല. നല്ല ഒതുങ്ങി കിടന്നോളൂ. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഇതുണ്ട് പല്ലുവിലെ ഡിസൈൻ വളരെ ഭംഗിയായിട്ട് എംബ്രോയ്ഡറി വർക്ക് അതിൽ മൈന്യൂട്ടായിട്ട് സീക്വൻസ് വർക്കും വന്നിരിക്കുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്ക് വരിക. വിത്ത് ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഈ ഡിസൈൻ വരുന്നുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 4395 ആണ്. ഇത് നല്ലൊരു പിങ്ക് ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇപ്പോൾ ബാപ്റ്റിസം അങ്ങനെയുള്ള ആഘോഷങ്ങൾക്കൊക്കെ നല്ലൊരു
കളറാണ്. നല്ലൊരു സാരിയാണ്. കാരണം നമുക്ക് ഇത് അഫോർഡബിൾ പ്രൈസ് എന്ന് പറയാൻ പറ്റില്ല. 4395 ആ റേറ്റിൽ നല്ലൊരു സാരിയാണിത്. കാരണം അതുപോലെ ഇതിൽ വർക്കുകളും ഉണ്ട്. ഇതുണ്ട് ഭംഗിയായിട്ടുള്ള പല്ലുവിൽ വരുന്ന ഡിസൈൻ കണ്ടോ. ആ എംബ്രോയ്ഡറി വർക്ക് വരുന്നു, അതായത് പക്ഷേ ആ ഡിസൈൻ നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ സൈഡിൽ നല്ല തിക്കായിട്ടും വന്നിരിക്കുന്നു. പിന്നെ ഇതിൻ്റെ വിത്ത് ബ്ലൗസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും സെയിം വർക്ക് തന്നെ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബ്ലൗസ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ഇതുണ്ട് വളരെ ഭംഗിയായിട്ട് തന്നെ ഇരിക്കും. ലൈനിങ് വെച്ച് ചെയ്യുമ്പോൾ സ്ലീവിൻ്റെ എൻഡിൽ ഈ വർക്കുണ്ട് നമുക്ക്. കാരണം വലിയ കനമില്ലാത്ത നല്ല ഭംഗിയായിട്ട് ഈ ബ്ലൗസ് ഇരുന്നോളും. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ബോഡി പാർട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഹാഫായിട്ട് പ്ലേറ്റിൻ്റെ ഭാഗമാകുമ്പോൾ ഹാഫായിട്ട് ഈ വർക്ക് വരുന്നുണ്ട്. ഇതൊരു മെറൂൺ ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. എല്ലാത്തിൻ്റെയും ഡിസൈനുകൾ ഒന്ന് തന്നെ ഈ കാണിച്ചിരിക്കുന്നതെല്ലാം. ഇതിൻ്റെ കളറുകളിൽ മാത്രം മാറ്റമുള്ളൂ. ലൈറ്റ് ഷെയ്ഡും ഉണ്ട്, ഡാർക്ക് ഷെയ്ഡും ഉണ്ട്. റേറ്റ് ആണെങ്കിൽ 4395 ആണ് ഈ മോഡലിന് വരുന്നത്. 2 മോഡലുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഇതിൻ്റെ ബോഡിയിൽ ഈ വർക്ക് ഫുള്ളായിട്ടും വരുന്നു, അതുപോലെ ഫ്ലീറ്റിൻ്റെ ഭാഗമാകുമ്പോൾ ഹാഫായിട്ടും വരുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് വരിക. പിന്നെ ഇതിൻ്റെ ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലുവിൻ്റെ ഡിസൈൻ വരിക. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ ഡിസൈൻ തന്നെ തിക്കായിട്ട് തന്നെ വരുന്നുണ്ട്. ഇതിൻ്റെ ഡിസൈൻ വരിക ഇങ്ങനെയാണ്. നല്ല ഭംഗിയുള്ള എംബ്രോയ്ഡറി വർക്കും അതിൽ മൈന്യൂട്ടായിട്ട് സീക്വൻസ് വർക്കും കൂടെ വന്നിട്ടുണ്ട്. 2 സൈഡിലും നല്ല എംബ്രോയ്ഡറി വർക്ക് തിക്കായിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ ഇനി കാണിക്കുന്നത് വേറെ ഡിസൈനുകളാണ്. നമുക്ക് അതോടെ ഒന്ന് കാണാം കേട്ടോ. ഇതൊരു ലൈറ്റ് ഓണിയൻ പിങ്ക് ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഡിസൈൻ ഡിഫറൻസ് ആണ് കേട്ടോ. ഇതിൽ തിക്കായിട്ട് ബോഡി പാർട്ടിൽ ഫുള്ളായിട്ടും എംബ്രോയ്ഡറി വർക്കും അതുപോലെ മൈന്യൂട്ടായിട്ട് സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട്. ഈ സൈഡിൽ ഇവിടെ വരെ ഡിസൈൻ വരുന്നുണ്ട്. പിന്നെ ഫ്ലീറ്റിൻ്റെ ഭാഗമാകുമ്പോൾ ഹാഫായിട്ടും ഈ ഡിസൈൻ വരുന്നുണ്ട്. വളരെ തിക്കായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. പല്ലുവിലെ ഈ എംബ്രോയ്ഡറി വർക്ക് കണ്ടോ, നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിരിക്കുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലുവിലെ ഡിസൈൻ വരിക. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഈ സെയിം വർക്ക് വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്നു. ഇങ്ങനെയാണ് സ്ലീവിൻ്റെ എൻഡിൽ ഈ ഡിസൈൻ വരിക. ഇതിൻ്റെ റേറ്റ് വരുന്നത് 5319 ആണ്. 5319. ഇതൊരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇപ്പോൾ എല്ലാവർക്കും ഒരു സംശയമുണ്ട്, നെറ്റ് സാരി ആകുമ്പോൾ ഒത്തിരി ട്രാൻസ്പെറൻ്റ് അല്ലേന്ന്. പക്ഷേ ഇതൊരു പാർട്ടിക്കൊക്കെ നമുക്ക് കൊടുക്കാൻ, അതുപോലെ ഇത് കുഞ്ഞു ഫ്ലീറ്റഡ് ആയിട്ട് നമുക്കിതിനെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ട്രാൻസ്പെറൻറ്റ് അങ്ങനെ ഫീൽ ചെയ്യില്ല. പിന്നെ ഒത്തിരി വെയിറ്റ് ഇല്ലാത്ത കാരണം നല്ല ഭംഗിയായിട്ടും അതുപോലെ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ഈ സാരി യൂസ് ചെയ്യാൻ എളുപ്പമാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. നല്ല തിക്കായിട്ട് ഇതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു ഫുള്ള് വരിക. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഈ സെയിം ഡിസൈൻ എന്താണ് നോക്കിക്കാൻ നല്ല ഭംഗിയായിട്ട് തന്നെയല്ലേ ഈ ഡിസൈൻ വന്നിരിക്കുന്നത്. നല്ല തിക്കായിട്ട്, പക്ഷെ ഒത്തിരി വെയിറ്റ് ഇല്ല. അതാണ് നമുക്കിതിൻ്റെ ഗുണം. അപ്പോൾ ബ്ലൗസൊക്കെ തയ്ച്ചാലും നല്ല ഭംഗിയായിട്ട് ഇരുന്നോളും, ചുളിവുകളൊന്നും ഇല്ലാതെ. ഇങ്ങനെ ഇതിൻ്റെ ബോഡി പാർട്ട് വരുന്നു. പ്ലീറ്റിൻ്റെ ഭാഗമാകുമ്പോൾ ഹാഫായിട്ടും ഇതിൻ്റെ ഡിസൈൻ വരുന്നുണ്ട്. ഇത് നല്ലൊരു പീച്ച് ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. എല്ലാം നല്ല കളറുകളാണ്. ഏത് കളറാണ് എടുക്കേണ്ടതെന്ന് നമുക്കൊരു ഡൗട്ട് വന്നെങ്കിലേ ഉള്ളൂ. കാരണം ഇതൊക്കെ ഏത് കളർ ടോണുകാർക്കും അനുയോജ്യമായ കളർ, നമുക്കിടെ മുഖത്തിനൊക്കെ നല്ലൊരു ഗ്ലേസിങ് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള സാരികളാണ് ഇതെല്ലാം. കാരണം നമുക്കൊരു പാർട്ടിക്ക് തിളങ്ങി നിൽക്കാൻ ഇതിനൊരു നല്ലൊരു ഓർണമെൻറ്റ്സോടെ ഇട്ട് കഴിയുമ്പോൾ സൂപ്പറായിരിക്കും. കാരണം അത്രയ്ക്കും ഭംഗിയായിട്ടാട്ടോ ഞാൻ പറഞ്ഞത്. ഇതാണ് ഇതിൻ്റെ പല്ലു വരിക. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലുവിലെ ഡിസൈൻ വരുന്നത്. ഇതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ എൻഡിലുള്ള വർക്ക്. നല്ല തിക്കായിട്ടുള്ള വർക്ക് ഇതിൻ്റെ സ്ലീവിൻ്റെ എൻഡിൽ വരുന്നുണ്ട്. ഇങ്ങനെയുള്ള വർക്കാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ എൻഡിൽ വരുന്നത്. ഇങ്ങനെയാണ് ബോഡി പാർട്ട് വരിക. ബോഡി പാർട്ട് ഞാൻ പറഞ്ഞല്ലോ, ഈ ഭാഗം വരെ നല്ല തിക്കായിട്ട് എംബ്രോയ്ഡറി വർക്കും അതുപോലെ മൈന്യൂട്ടായിട്ട് സീക്വൻസ് വർക്കും വരുന്നുണ്ട്. പിന്നെ ബോഡി പാർട്ടിലേക്ക് ഫ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പം ഹാഫായിട്ടും ഈ വർക്ക് വരുന്നുണ്ട്. റേറ്റ് വരുന്നത് 5319. ഇതൊരു ലാവൻഡർ ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. എല്ലാത്തിൻ്റെയും
നമ്മുടെ ഈ ബോഡി പാർട്ടിൽ തിക്കായിട്ട് വർക്ക് വരുന്നുണ്ട്, എംബ്രോയിഡറി വർക്ക്. അതുപോലെ ബോർഡറിൽ വളരെ നല്ല നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈൻ ചെയ്താണ് എല്ലാ ബോർഡറും വന്നിരിക്കുന്നത്, 2 സൈഡിലുള്ള ബോർഡറിലും. ഈ ബോർഡർ കംപ്ലീറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഈ ഭാഗത്ത് ഈ ബോർഡർ ഇവിടെ വരി വരുന്നുണ്ട്. ഇതിനൊരു സ്കാൽപ്പും കൂടെ വരുന്നുണ്ട് കേട്ടോ, അത് ഞാൻ പറയാൻ വിട്ടുപോയായിരുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. പല്ലുവിലെ ഡിസൈൻ വളരെ ഭംഗിയായിട്ട് തന്നെ വന്നിരിക്കുന്നു. അതുപോലെ ഇതിന് വിത്ത് ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിൽ ഈ തിക്കായിട്ട് തന്നെയാണ് ഈ എംബ്രോയിഡറി വർക്കും ഈ മൈന്യൂട്ടായിട്ട് സീക്വൻസ് വർക്കും കൂടെ വരുന്നത്. വളരെ ഭംഗിയുള്ള ഏത് കളർ ടോണുകാർക്കും അനുയോജ്യമായ കളറിലുമാണ് ഈ സാരി വന്നിരിക്കുന്നത്. ബോഡി പാർട്ടിലേക്ക് പ്ലീറ്റിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഹാഫായിട്ടും ഈ വർക്ക് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് താഴ്ഭാഗത്ത് നല്ല തിക്കായിട്ട് തന്നെയാണല്ലോ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് ഉടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് ബോഡി ഷേപ്പിൽ തന്നെ നമുക്കിത് കിട്ടും. ഇതിൻ്റെ റേറ്റ് വരുന്നത് 5319. ഇത് ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. നമുക്ക് മാര്യേജ് ഫംഗ്ഷനൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. കാരണം നല്ലൊരു പാർട്ടികളിലും നമുക്ക് യൂസ് ചെയ്യാവുന്ന നല്ലൊരു സാരിയാണിത്. വെയ്റ്റ് ലെസ്സാണ്, ഉടുക്കാൻ വളരെ എളുപ്പമാണ്. ചെറിയ ചെറിയ പ്ലീറ്റഡ് ആയിട്ട് നമുക്കിതിനെ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ 1 പ്ലീറ്റഡ് ആയിട്ടും ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ തിക്കായിട്ട് ഈ വർക്കുള്ള കാരണം ഈ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വലിയ പ്രോബ്ലം വരുന്നില്ല നെറ്റിൻ്റെ ആയത് കാരണം. കാരണം ഈ ബോഡി പാർട്ടിലേക്ക് ഇത് ഇത്രയും തിക്കായിട്ട് തന്നെ ഈ വർക്ക് വരുന്നുണ്ട്. പിന്നെ ഈ ഫ്ലീറ്റിൻ്റെ ഭാഗം വരുമ്പോൾ മാത്രമാണ് ഇത് ഹാഫായിട്ട് ഈ വർക്ക് വരുന്നുള്ളൂ. താഴെ തിക്കായിട്ടും ബാക്കിയുള്ള ഡിസൈൻ ഈ ബോഡി പാർട്ടിൽ വരുന്നത് പോലെയും ഇതിൽ വരുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ വരുമ്പോഴാട്ടോ ഈ സാരിക്കൊരു ഭംഗി കിട്ടും. ഇത് ഫുള്ള് വരുമ്പോൾ നമ്മൾ ആ വെയർ ചെയ്യുമ്പോൾ നമ്മുടെ ആ ബോഡി ഷേപ്പ് ഒന്നും അത്ര ഭംഗിയായിട്ട് തോന്നിപ്പിക്കില്ല. ഇതാണ് ഈ സാരി യൂസ് ചെയ്യുമ്പോഴുള്ള ഭംഗിയും വരിക. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരുന്നത്. ഇതാണ് ഇതിൻ്റെ പല്ലുവിൽ വരുന്ന ഡിസൈൻ, ഇങ്ങനെയാണ്. പക്ഷേ ഇതിൻ്റെ ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിൽ ഉണ്ടാവും നല്ല തിക്കായിട്ട് തന്നെ. നമ്മളിത് ലൈനിങ് വെച്ച് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ ഇരുന്നോളും. പിന്നെ ഒത്തിരി കട്ടിയില്ലാത്ത കാരണം ബ്ലൗസിന് ചുളിവുകളൊന്നുമില്ലാതെ നല്ല നന്നായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ റേറ്റ് വരുന്നത് 5319. ഇതിൻ്റെ മറ്റൊരു ഷെയ്ഡാണ്. ഇതിലും ബോഡി പാർട്ടിൽ വരെ തിക്കായിട്ട് ഈ വർക്ക് വരുന്നുണ്ട്. 2 സൈഡിലും ബോർഡർ വരുന്നു. ബോർഡറിൻ്റെ ഈ ഭാഗത്ത് വരുന്നത് കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. പല്ലു ഇങ്ങനെയാണ് വരിക. ഇതാണ് പല്ലുവിൻ്റെ ഡിസൈൻ വരുന്നത്. വിത്ത് ബ്ലൗസാണ്. വിത്ത് ബ്ലൗസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ ഡിസൈൻ തന്നെ വരുന്നു. ഇങ്ങനെയാണ് സ്ലീവിൻ്റെ എൻഡിൽ വരുന്ന ഡിസൈൻ. പിന്നെ ഫ്ലീറ്റിൻ്റെ ഭാഗമാകുമ്പോൾ എല്ലാ സാരിയുടെയും തന്നെ ഹാഫായിട്ട് ഈ ഡിസൈൻ വരുന്നു. ഈ ഭാഗത്ത് ഫുള്ളായിട്ട് വരാതിരിക്കുന്നതാണ് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വെയർ ചെയ്യുമ്പോൾ ഭംഗി കിട്ടാൻ. അതാണ് ഇത് ഹാഫായിട്ട് ഇതിൻ്റെ വർക്ക് അതുപോലെ തന്നെ വന്നിട്ടുമുണ്ട്. നമുക്കൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ഒരു സാരിയാണ്. ഇപ്പം ഞാൻ 2 ടൈപ്പ് സാരി കാണിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഡാർക്ക് ഉണ്ട്, ലൈറ്റ് ഷെയ്ഡ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതാ ഇഷ്ടമാവുന്നതെന്ന് താഴെ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക.